അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ആരോഗ്യനില തൃപ്തികരമാണോ? ഈ ചോദ്യങ്ങളാണ് ഇപ്പോൾ അമേരിക്ക മുഴുവൻ ജനങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ട്രംപ് ഗുരുതരമായിട്ടുള്ള രോഗബാധിതനാണ് എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. US രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും ശക്തനായിട്ടുള്ള നേതാക്കളിൽ ഒരാളായിട്ടാണ് ട്രംപ് അറിയപ്പെടുന്നത്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വെടിനിർത്തൽ ചർച്ചകൾക്ക് താൻ മധ്യസ്ഥത വഹിച്ചിട്ടുണ്ടെന്ന് ട്രംപ് പലപ്പോഴായി അവകാശപ്പെടുന്നു. എന്തായാലും വിവിധ കാരണങ്ങളാൽ അമേരിക്ക ഇന്ത്യയെ ആക്രമിച്ചു വരികയാണ്. ബുധനാഴ്ച മുതൽ ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്കുള്ള ഇറക്കുമതിക്ക് 50% തീരുവ നിലവിൽ വന്നത് മറ്റൊരു ഉദാഹരണമാണ്. ട്രംപിൻ്റെ ആരോഗ്യത്തെക്കുറിച്ചുള്ള ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുകൾ ആശങ്ക ഉന്നയിക്കുന്നത് എന്തുകൊണ്ടാണെന്ന ചോദ്യമാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ചോദിക്കുന്നത്. ട്രംപിൻ്റെ ആരോഗ്യം പലപ്പോഴും വാർത്താ തലക്കെട്ടുകളിൽ ഇടം നേടിയിട്ടുണ്ട്. ഇത് വ്യാപകമായിട്ടുള്ള ചർച്ചകൾക്കും ഊഹാപോഹങ്ങൾക്കും കാരണമായിട്ടുണ്ട്. എന്നാൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ മാനസികവും ശാരീരികവുമായിട്ടുള്ള ആരോഗ്യത്തെക്കുറിച്ചുള്ള ചർച്ച വീണ്ടും ഉയർന്നു വരികയാണ്. അടുത്തിടെ ട്രംപ് അസാധാരണമായിട്ടുള്ള ഒരു മസ്തിഷ്ക വൈകല്യത്തിൻ്റെ, അതായത് ഡെഡ് റിംഗർ ടെൽറ്റെയിൽ ലക്ഷണം കാണിക്കുന്നുണ്ടെന്ന് 2 മനഃശാസ്ത്രജ്ഞർ പരസ്യമായി അവകാശപ്പെട്ടു. മാത്രമല്ല, ഈ ലക്ഷണം സ്ഥിരമായി നിലനിൽക്കുന്നില്ലെന്നും കാലക്രമേണ പതുക്കെ വഷളാകുകയാണെന്നും അത് അദ്ദേഹത്തിൻ്റെ മൊത്തത്തിലുള്ള വൈജ്ഞാനിക ആരോഗ്യത്തെ ബാധിക്കുന്നുണ്ടെന്നും അവർ സൂചിപ്പിച്ചു. ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുകളായിട്ടുള്ള ഡോക്ടർ ഹാരി സെഗലും ഡോക്ടർ ജോൺ ഗാർട്ട്നറും അടുത്തിടെ അവരുടെ പരിപാടിയായിട്ടുള്ള തിങ്കിങ് ട്രംപ് എന്ന പരിപാടിയിൽ 79 വയസ്സുള്ള ആ വ്യക്തിക്ക് ഡിമെൻഷ്യയുടെ വ്യക്തമായിട്ടുള്ള ലക്ഷണങ്ങൾ ഉണ്ടെന്നാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കൂടാതെ ട്രംപിൻ്റെ സൈക്കോമോട്ടോർ കഴിവുകളെക്കുറിച്ച് സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള ഡോക്ടർ ഹാരി സെഗലും ഡോക്ടർ ജോൺ ഗാർട്ട്നറും ആശങ്കകൾ ഉന്നയിച്ചു. ട്രംപിൻ്റെ ആരോഗ്യത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്ന വിദഗ്ധരെല്ലാം തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്. ട്രംപിൻ്റെ ആരോഗ്യനില നാൾക്ക് നാൾ വഷളായി വരികയാണ് എന്നുള്ളതാണ് അക്കാര്യം. ഷ്രിങ്കിങ് ട്രംപ് ഏറ്റവും പുതിയ എപ്പിസോഡിൽ ഡോക്ടർ ഗാർട്ട്നർ പറയുന്നത് അദ്ദേഹത്തിൻ്റെ സൈക്കോ മോട്ടോർ പ്രകടനത്തെക്കുറിച്ച് നമ്മൾ അടുത്തിടെ സംസാരിച്ചു കൊണ്ടിരുന്ന ചില തെളിവുകൾ, അദ്ദേഹത്തിൻ്റെ മോട്ടോർ പ്രകടനത്തിൽ ഒരു തകർച്ച നാം കാണുന്നു. ഡിമെൻഷ്യയ്ക്കൊപ്പം ഇത് സംഭവിക്കുന്നു. കാരണം ഡിമെൻഷ്യയ്ക്കൊപ്പം എല്ലാ കഴിവുകളും എല്ലാ പ്രവർത്തനങ്ങളും തകരുന്നു. ഹിന്ദുസ്ഥാൻ ടൈംസിൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് ആണ് ഈ കാര്യം നമുക്ക് ലഭിക്കുന്നത്. ട്രംപ് തൻ്റെ ആരോഗ്യത്തെക്കുറിച്ചുള്ള ആശങ്കകൾക്കിടയിൽ ഭ്രാന്തമായി തൻ്റെ കൈയുടെ പിൻഭാഗം മറയ്ക്കാൻ ശ്രമിക്കുന്നതായി കാണപ്പെട്ടപ്പോഴും ഈ ഡിമെൻഷ്യയുടെ ഒരു സംശയം ഈ വിദഗ്ധരിൽ കൂട്ടിയിരിക്കുകയാണ്. ട്രംപ് ഒന്നിലധികം തരം ഡിമെൻഷ്യയിലൂടെ കടന്നു പോകുന്നുണ്ടെന്ന് താൻ വിശ്വസിക്കുന്നുവെന്ന് ഡോക്ടർ ഗാർട്ട്നർ പിന്നീട് പ്രസ്താവിച്ചു. US പ്രസിഡന്റിൻ്റെ ഫ്രണ്ടോ ടെമ്പൽ ഡിമെൻഷ്യയുടെ ടെലയിൽ ലക്ഷണം പ്രദർശിപ്പിച്ചിട്ടുണ്ടെന്നും പല റിപ്പോർട്ടുകളും ഇപ്പോൾ സൂചിപ്പിക്കുന്നു. വിദഗ്ധരുടെ അഭിപ്രായത്തിൽ ട്രംപിൻ്റെ അവസ്ഥ ക്രമേണ വഷളാകാം. ഫ്രണ്ടോ ടെമ്പറിൽ ഡിമെൻഷ്യ എന്നത് പ്രാഥമികമായി പെരുമാറ്റത്തെയും സംസാരത്തെയും ബാധിക്കുന്ന അപൂർവ ഇനം ഒരു ഡിമെൻഷ്യയാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.